സുഭാഷ് സാറാണ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഓണം എക്സാം എത്തി. കുട്ടികളൊക്കെ ഇങ്ങനെ പഠിച്ച് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഓണം എക്സാമാണ്, നല്ല രീതിയിലുള്ള മാർക്ക് വാങ്ങണം എന്നൊക്കെയുള്ള ആഗ്രഹം ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ പല ചാപ്റ്റേഴ്സിനെ കുറിച്ചും പല സബ്ജക്റ്റിനെ കുറിച്ചും ഒത്തിരി ഒന്നും ഡീപ്പായിട്ട് അറിയത്തൊന്നുമില്ല. എന്നാലും നല്ല രീതിയിൽ കൂടെയൊക്കെ എഴുതണമെന്ന് വലിയ ആഗ്രഹമാണ്. ഇതൊക്കെ ഈ ആഗ്രഹം എന്ന് പറയുന്നത് നടപ്പാകണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പണിപ്പെടണം കേട്ടോ. അല്ലാതെ നമുക്ക് അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് ഓണം എക്സാമിനൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് തന്നെ വാല്യൂ ചെയ്യുന്നതായതുകൊണ്ട് മാർക്ക് കൂടുതലൊന്നും ആർക്കും കിട്ടത്തില്ല. ഇപ്പോൾ നമ്മൾ 60 മാർക്കിൻ്റെ എക്സാം ആണെങ്കിൽ ഉള്ളത് എത്രയാണോ അത്രയേ ഉള്ളൂ, ഒട്ടും കൂടുതൽ തരത്തില്ല. കാരണം നേരിട്ടുള്ള ഇടപാടാണ്. നിങ്ങളെ പേപ്പർ തരുന്നതുകൊണ്ട് കൂട്ടിയിട്ട് തന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൺഫ്യൂഷൻ പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് കൂടി കിട്ടില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് എഴുതുന്നവർക്ക് അതേപോലെ കിട്ടും, അത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓണം എക്സാമിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാറുള്ളത്. ക്രിസ്മസ് എക്സാമിനെ അപേക്ഷിച്ച് ഓണം എക്സാമിന് ഏറ്റവും നല്ല രീതിയിൽ കൂടെ മാർക്ക് കിട്ടാറുണ്ട്. ക്രിസ്മസ് എക്സാമിന് മിക്കവാറും ഇതിൻ്റെ പകുതിയൊക്കെ സാധാരണ കിട്ടുന്ന മിക്ക കുട്ടികൾക്കും, ഒരു 80% കുട്ടികൾക്കും പകുതിയൊക്കെ പോകത്തുള്ളൂ. കാരണം അന്നേരം നമുക്ക് പഠിക്കാനുള്ളത് ടോപ്പിക് സ്കൂളിലാണ്, പഠിക്കാനുള്ള സമയമില്ല, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ കൂടെ പെർഫോം ചെയ്യാൻ പറ്റുന്നത് ഓണം എക്സാമാണ്. മാക്സിമം മാർക്ക് വാങ്ങിച്ചാണ്. നമ്മളിന്ന് മാത്തമാറ്റിക്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അങ്ങോട്ട് ഇരുന്ന് പഠിച്ചേക്കണം. ഓക്കെ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എല്ലാ കുട്ടികളോട്ടൊന്ന് മറക്കാതെ ഷെയർ ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് ഡിഫറൻസിയേഷനിലെ ക്വസ്റ്റ്യൻസുകളാണ്. അതാകുമ്പോൾ ഇച്ചിരി കുഴപ്പമില്ലാത്ത ഒരു ടോപ്പിക്കാണെന്നൊക്കെയാണ്. എന്നാലും പലർക്കും നല്ല കൃത്യമായിട്ട് അറിയത്തില്ല, പലയിടത്തും കൊണ്ട് തെറ്റിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി ക്വസ്റ്റ്യൻസുകളെ കൂടുതലും നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് ആണ്. ഇംപ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പേര് പറയുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംപ്ലിസിറ്റ് എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത് ചുമ്മാ വരണമെന്നേ ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേരിലല്ല, പേരും അതിൻ്റെ ക്വസ്റ്റ്യൻസുകൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കണം. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫൈൻഡ് dy/dx, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇംപ്ലിസിറ്റിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എന്നിട്ടൊരു ഇക്വേഷൻ മാതിരി ആയിരിക്കും തന്നെ ഇങ്ങനെ x² + y² = tan x എന്നാണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ മാതിരി കണ്ടോ. x² + y² = tan x. ഈ ഇക്വേഷൻ നിന്നും നമ്മൾ ആരെ കണ്ടുപിടിക്കണം? dy/dx കണ്ടുപിടിക്കണം. ഒരു ഇക്വേഷൻ നിന്നും dy/dx കണ്ടുപിടിക്കുമ്പോഴാണ് അത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഫോർമാറ്റ് ആവുന്നത്. ഓക്കെ, ഓരോന്നിനും ഓരോ ഫോർമാറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ, പാരാമെട്രിക് ഇക്വേഷൻസ്, ഇതിനെല്ലാം ക്വസ്റ്റ്യൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഓരോ ഫോർമാറ്റിനും ഉള്ള പേരുകളാണ്. പക്ഷേ ഈ പേരുകളൊന്നും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരില്ല. അവിടെ ചോദിക്കുന്നത് ഫൈൻഡ് ഡെറിവേറ്റീവ്, ഫൈൻഡ് dy/dx അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. പേര് വരാത്തത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇംപ്ലിസിറ്റ്. ഈ ഇംപ്ലിസിറ്റിൽ നിന്നും നമ്മൾ dy/dx കണ്ടുപിടിക്കുന്ന മെത്തേഡ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ അങ്ങോട്ട് എടുത്തെഴുതി. ഓക്കെ, x² + y² = tan x. എന്നിട്ട് ചെറിയൊരു സെൻറ്റൻസ് ഡിഫറൻഷിയേറ്റിംഗ്, അത്രയേ ഉള്ളൂ. അല്ലാതെ y = നല്ലല്ലോ. നമ്മൾ സാധാരണ എപ്പോഴും എന്താണ് ഫൈൻഡ് ഡിവൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ അങ്ങോട്ട് തുടങ്ങുമ്പോഴേ dy/dx എന്നും തുടങ്ങരുത്. ഇവിടെ അങ്ങനെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ y = എന്നായിരിക്കണം. ഇവിടെ y = എന്നാണോ? അല്ല, y = എന്നാണെങ്കിൽ മാത്രമേ dy/dx = എന്ന് എഴുതാൻ പറ്റുള്ളൂ. അല്ലാത്തടത്തോളം ഒരിക്കലും അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഒരു ഡിഫറൻഷിയേറ്റിംഗ് എന്നൊരു സ്റ്റെപ്പ് എഴുതുക. ആദ്യത്തെ ടേം ആരാ നോക്കണം? x². വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് x²? 2x, അത്രമേ ഉള്ളൂ. അപ്പോൾ x² ഡെറിവേറ്റീവ് 2x, y² 2y, അത്രയേ ഉള്ളൂ. എക്സും വൈയും എപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മൾ ഒരേ ആൾക്കാരാണ്, ഒരേ ഇതിലുള്ളവരാണ്. അപ്പോൾ y² എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ് ഡെറിവേറ്റീവ് 2y. പക്ഷേ എന്തുകൊണ്ട് എഴുതണം? dy/dx. കാരണം y നമ്മൾ ചെയ്യുന്നത് എക്സും കൊണ്ട്, അപ്പോൾ dy/dx എഴുതണം. പക്ഷേ x² ഡെറിവേറ്റീവ് 2x എന്നേ എഴുതുള്ളൂ. ഇൻറ്റു ഇതേപോലെ ടൈം ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? എക്സിനെ എക്സ് കൊണ്ടാണ് ചെയ്യുന്നത്, അത് എഴുതണ്ട 1 ആണ്. പക്ഷേ y എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ dy/dx എഴുതണം. അപ്പോൾ ഓർത്തോണം, y വേരിയബിളിനെ ചെയ്യുമ്പോൾ dy/dx കൂടെ എഴുതാൻ മറക്കല്ല. പഠിച്ച ഡെറിവേറ്റീവ് ഓഫ് റൈറ്റ് സൈഡ് tan x ആരാണ്? sec²x. ഡിഫറൻസിയേഷൻ കഴിഞ്ഞു മക്കളെ, അതെല്ലാം കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു സൈഡിൽ എത്തിക്കണം. മീൻസ് dy/dx ഉള്ളതല്ല ഒരു സൈഡിൽ, ഇല്ലാത്ത എല്ലാം മറു സൈഡിൽ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ ഇതാണ്ട് ഈ ടേമിൽ എഴുതുന്നത് ദാറ്റ് ഈസ് 2y × dy/dx = റൈറ്റ് സൈഡിലുള്ള sec² എഴുതി, ഈ +2x അപ്പുറം നമ്മൾ എത്രയായി? -2x. ഓക്കെ ആണല്ലോ. ഇതാണ് ആദ്യം. അപ്പം ഇവിടെ ഇപ്പോൾ dy/dx അപ്പോൾ അപ്പുറത്തും ഉണ്ടായിരുന്നെങ്കിൽ അതിനെയും കൂടി ഇപ്പുറത്ത് കൊണ്ടുവരണം. dy/dx എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം ലെഫ്റ്റ് വരണമായിരുന്നു. ഇവിടെ ഒറ്റ ടേമിനെ ഉള്ളതുകൊണ്ട് അത് മാത്രം എഴുതി, ഈ c²x എഴുതി, ഈ +2x അപ്പുറത്ത് പോയി. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് വേണമെന്നുണ്ടെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്നെഴുതുമ്പോൾ 6² x മൈനസ് 2x ഹോൾ ഡിവൈഡഡ് ബൈ 2y. ദാറ്റ്സ് ഓൾ. പ്രോബ്ലം തീർന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിൾ. ക്ലിയർ ആണല്ലോ? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെയാണ് ചെയ്ത് അവസാനം ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം തൊട്ട് മീൻസ് അതിന് വേണ്ടി തൊട്ട് അങ്ങോട്ട് പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ ജോയിൻ ചെയ്യാം. നല്ല രീതിക്കുള്ള ക്ലാസ് ആയിരിക്കും തരുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് സൂപ്പറായിട്ട് നോട്ട്സ് തരും, ക്ലാസ് തരും, ഇൻസ്ട്രക്ഷൻസ് തരും, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള എല്ലാ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഓർഡർ തരും. എല്ലാം തന്നുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ലാസ്റ്റിലാകുമ്പോൾ നമ്മളൊരു പാക്കറ്റ് ക്വസ്റ്റ്യൻസ് ആൻസറോടെ തരും. അത് മാത്രം ലാസ്റ്റിൽ പഠിച്ചുകൊണ്ട് പോവുക. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. ബാക്കി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമുക്കൊരു ഇൻവേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത്. y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് എ എക്സ് പ്ലസ് ബി. സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് എ എക്സ് പ്ലസ് ബി വേണ്ട, റൂട്ട് വേണേ കളഞ്ഞേക്കാം, അത്രയ്ക്ക് ബുദ്ധിമുട്ട് വേണ്ട. സൈൻ ഇൻവേഴ്സ് എ എക്സ് പ്ലസ് ബി. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എ എക്സ് പ്ലസ് ബി ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മനസ്സിൽ വരണം. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്? 1 by root of 1 minus x square. എന്താണ്? 1 by root of 1 minus x square. അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് നമ്മൾ പറഞ്ഞത്. ആ എക്സിൻ്റെ പ്ലേസിലാണ് ഇവിടെ കിടക്കുന്നത് എ എക്സ് പ്ലസ് ബി. സൈൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ള പ്ലേസിൽ. അപ്പോൾ ആൻസർ വരുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് വരുമ്പോൾ 1 by root of 1 minus എ എക്സ് പ്ലസ് ബിയുടെ ഹോൾ സ്ക്വയർ. നമ്മൾ നേരത്തെ പഠിക്കുമ്പോൾ ഇവിടെ എക്സ് ആയിരുന്നപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ആയിരുന്നു. ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ എ എക്സ് പ്ലസ് ബി എന്നാണ്. അപ്പോൾ ഇവിടെ വരേണ്ടത് എ എക്സ് പ്ലസ് ബിയുടെ ഹോൾ സ്ക്വയർ. തീർന്നോ? ഇല്ല. ഇൻറ്റു ഇട്ടിട്ട് ഈ എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം. ഇൻറ്റു എത്രയാണ്? എ. പ്രോബ്ലം തീർന്നു. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇങ്ങനെയാണ് ഇങ്ങനെ. അപ്പോൾ ഇനി ഇവിടെ ഇപ്പോൾ വേറെ ആരെങ്കിലും വന്നാൽ ഇവിടെ അതിൻ്റെ സ്ക്വയർ എഴുതണം, എന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ എഴുതണം. അത്രയുമേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല മക്കളെ. ചുമ്മാ നമ്മൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ 2 ചോദ്യങ്ങൾ കുഞ്ഞത് കഴിഞ്ഞു. ഇനി ഒരു ടാൻ ഇൻവേഴ്സിൻ്റെ കൂടെ ഒന്ന് ചെയ്യാം. നോക്കിക്കോ. തേർഡ് വൺ, y ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് റൂട്ട് എക്സ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ അറിയണം. ടാൻ ഇൻവേഴ്സ് എക്സിനെ ഞാൻ ഇവിടെ ഇട്ടൊന്ന് എഴുതാം. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 by 1 plus x സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുക. ഇതാണ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഈ എക്സ് മാറി റൂട്ട് എക്സ് ആയാൽ ആൻസർ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ്? ആൻസർ വരുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്നെഴുതുമ്പോൾ ഈ എക്സിൻ്റെ പ്ലേസിൽ റൂട്ട് എക്സ് ആയിട്ട് മാറ്റുമ്പോൾ 1 by 1 plus റൂട്ട് എക്സിന് സ്ക്വയർ. ഓക്കെ, ഇവിടെ എക്സ് വന്നപ്പോൾ ആ എക്സിന് സ്ക്വയർ. ഇവിടെ ഇപ്പോൾ റൂട്ട് എക്സ് വരുമ്പോൾ ആ റൂട്ട് എക്സിന് സ്ക്വയർ. ക്ലിയർ ആയല്ലോ? തീർന്നില്ല. ഇൻറ്റു ഇട്ടിട്ട് റൂട്ട് എക്സിന് ഡെറിവേറ്റീവായ 1 by 2 റൂട്ട് എക്സ് ഒന്ന് എഴുതുമ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇതാണ് ആൻസർ. ഡി വൈ ബൈ ഡി എക്സ് 1 by 1 plus റൂട്ട് എക്സ് സ്ക്വയർ ഇൻറ്റു 1 by 2 റൂട്ട് എക്സ്. ഈ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്നുള്ളത് എന്താക്കി മാറ്റാം? എക്സ് ആക്കി മാറ്റാം. അത്രമേ ഉള്ളൂ കേട്ടോ. ഈ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എക്സ് ആക്കി മാറ്റുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്റ്റെപ്പാക്കി നല്ല വൃത്തിക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 into 1 1. ഇവിടെ പിന്നെ 1 plus റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എത്ര ആയി? 1 plus എക്സ് ആയി. വേണമെങ്കിൽ 2 റൂട്ട് എക്സ് ആദ്യം എഴുതി വൃത്തിയാക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? അടിപൊളിയാണെന്ന് തോന്നുന്നു. അതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്തേക്കണം. കമൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്താണോ മനസ്സിലായത് പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്തേക്കണം മക്കളെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇൻവേഴ്സിൻ്റെയും നെക്സ്റ്റ് എന്താണ് ഇംപ്ലിസിറ്റിൻ്റെയും അടുത്തതാണ് നമ്മുടെ ഒരു പാരാമെട്രിക് ആണ്. പാരാമെട്രിക് എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെയാണ്. അവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് എന്നേ ചോദിക്കുള്ളൂ. ഓക്കെ, ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് വെൻ എക്സ് ഈസ് ഈക്വൽ ടു എ സീക് തീറ്റ വൈ ഈക്വൽ ടു ബി ടാൻ തീറ്റ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. എക്സ് ഈക്വൽ എ സീക് തീറ്റ ആൻഡ് വൈ ഈക്വൽ ടു ബി ടാൻ തീറ്റ. ഇവിടുന്ന് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 ഇക്വേഷൻസുകളായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് പാരാമെട്രിക്. ഓക്കെ, ദെൻ ഡി എക്സ് ബൈ ഡി തീറ്റ ചെയ്യണം. ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ ഈ എക്സ് ഈക്വൽ ടു എന്നുള്ളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ എ സീക് തീറ്റയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് എ ഇൻറ്റു വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് സീക് എക്സ്. സീക് എക്സിന് അത് മനസ്സിൽ പറയണം. സീക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക് എക്സ് ടാൻ എക്സ്. സീക് തീറ്റ ടാൻ തീറ്റ. ദാറ്റ്സ് ഓൾ. എ ഇൻറ്റു സീക് തീറ്റ ഡെറിവേറ്റീവ് സീക് തീറ്റ ഇൻറ്റു ആരാണ്? ടാൻ തീറ്റ.
നെക്സ്റ്റ് ഡി വൈ ബൈ ഡി തീറ്റ. ബി ടാൻ തീറ്റയുടെ ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ബി ഇൻറ്റു ടാൻ തീറ്റയുടെ ഡെറിവേറ്റീവ് ആരാണ്? സീക്സ് സ്ക്വയർ തീറ്റ. ഓക്കെ, രണ്ടും കഴിഞ്ഞ് തീർന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, വി ഗെറ്റ് ഡി എക്സ് ബൈ ഡി തീറ്റ. നെക്സ്റ്റ് വൈയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, വി ഗെറ്റ് ഡി വൈ ബൈ ഡി തീറ്റ. നമുക്ക് വേണ്ടതാരാ? ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡി വൈ ബൈ ഡി തീറ്റയുടെ വാല്യൂവിനെ ഡി എക്സ് ബൈ ഡി തീറ്റയുടെ വാല്യൂവും കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇവിടോട്ട് നമ്മുടെ ആൻസർ എഴുതാം. Therefore, dy by dx equal to dy by d theta divided by dx by d theta. This is a formula for finding dy by dx from parametric functions. Okay. അപ്പോൾ നമുക്ക് ആൻസർ ന്യൂമറേറ്റർ എഴുതുന്നത് ആരാണ്? ബി ഇൻറ്റു സീക്സ് സ്ക്വയർഡ് തീറ്റ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു സീക് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ. ഇവിടെ സീക് തീറ്റ എന്തായി പോയി? ക്യാൻസൽ ആവുന്നു. രണ്ട് ഒരു സീക് തീറ്റ ക്യാൻസൽ ആവുന്നു കേട്ടോ. ബാക്കിയുള്ളത് ബി സീക് തീറ്റ ബൈ എ ടാൻ തീറ്റ എന്നാണ്. ഓക്കെ, ബി ഇൻറ്റു സീക് തീറ്റ എന്നുള്ളതിനെ എനിക്ക് വേണേൽ 1 ബൈ കോസ് തീറ്റ എന്ന് എഴുതാം. എ ഇൻറ്റു ടാൻ തീറ്റ എന്നുള്ളതിനെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതുമ്പോൾ ദാണ്ട്രാ കോസ് തീറ്റ വെട്ടിപ്പോകുന്നു കേട്ടോ. ബാക്കിയുള്ളത് ഒരു ബി ബൈ എ ഉണ്ട് കേട്ടോ. പിന്നുള്ളത് ഡിനോട്ട് സൈൻ കണ്ടോ, 1 ബൈ സൈൻ. 1 ബൈ സൈൻ ആരാ? കൊസീക് തീറ്റ. ഇങ്ങനെയൊക്കെ എഴുതിയാൽ നല്ലത്. ഇല്ല, ഇത് കുഴപ്പമൊന്നുമില്ല, മാർക്കൊന്നും കുറയത്തില്ല. പിന്നെ നമ്മളൊരു എൻട്രൻസും കാര്യങ്ങളും മുന്നോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ സിംപ്ലിഫിക്കേഷൻ നടത്താനുള്ളൊരു തോന്നൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ അടുത്തൊരു ചോദ്യത്തിലൂടെ കയറുകയാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ആണ് ഈ എക്സാമിന് വരുന്നതെന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമ്മൾ അടുത്തത് ഒരു പാരാമെട്രിക് കൂടെ അങ്ങോട്ട് ചെയ്യുകയാണ് കേട്ടോ. ഒരു പാരാമെട്രിക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഈക്വൽ ടു 4t, y ഈസ് ഈക്വൽ ടു 4/t. 4t 4/t കേട്ടോ. അപ്പോൾ ടിയില ഇവിടെ തീറ്റയിലായിരുന്നു, ഇവിടെ ടിയിൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ആദ്യം ഡി എക്സ് ബൈ ഡി ടി എ ചെയ്യണം. തീറ്റയല്ല, ടിയ. 4tയുടെ ഡെറിവേറ്റീവ് നിങ്ങൾ ഈ ടി എന്ന് എക്സാക്കി വായിച്ചേ 4x. 4x ഡെറിവേറ്റീവ് 4 ആണ്. അപ്പോൾ 4t ഡെറിവേറ്റീവ് 4, ദാറ്റ്സ് ഓൾ. അപ്പോൾ 4 × 1, ടിയുടെ 1 ആണേ, അപ്പോൾ 4, അത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ടിയെ കരുതേണ്ടത് എക്സ് പോലെ. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ 4x എത്ര? 4 × 1 4. 4tയുടെ എത്ര? 4 × 1 4. ഓക്കെ, അപ്പോൾ ടിയുടെ 1 ആണ്, 4 × 1 4. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഡി വൈ ബൈ ഡി ടി ആണ്. 4/t ഡെറിവേറ്റീവ് നിങ്ങൾ ടിയെ എക്സാക്ട് കരുതിയാൽ 4/x. ഞാനൊന്ന് പറയുന്നത് കേട്ടോ. 1/x മാതിരി എന്തായിരുന്നു 1/xൻ്റേത്? -1/x². 2/xൻ്റെ എത്ര? -2/x². 3/xൻ്റെ എത്ര? -3/x². 4/tയുടെ എത്ര? -4/t². ഓക്കെ, -4/t² ഫോം അത്രയുമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതും കിട്ടി. അപ്പോൾ നമുക്ക് ഡി എക്സ് ബൈ ഡി ടിയും കിട്ടി, ഡി വൈ ബൈ ഡി ടിയും കിട്ടി. therefore ഡി വൈ ബൈ ഡി എക്സ് പിടിക്കാം. ഡി വൈ ബൈ ഡി ടിയുടെ വാല്യൂനെ ഡി എക്സ് ബൈ ഡി ടിയുടെ വാല്യൂ കൊണ്ട് അങ്ങോട്ട് കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു -4/t²/4. ഓക്കെ, 4നെ അങ്ങ് വെട്ടിക്കളയാം. അപ്പം -1/t². ഇതാണ് എൻ്റെ ആൻസർ. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി എന്ന് തോന്നുന്നു. കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസിയേഷൻ നടത്താൻ എക്സ് റൈസ് ടു എക്സ് ഇത് ഏത് ടൈപ്പാണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും ഇല്ലയോ? ഇതാണ് നമ്മുടെ സാക്ഷാൽ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. ഓക്കെ, എക്സ് റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അതിനെ ആര് എന്ന് എഴുതണം? y ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ്. അപ്പുറം ഇപ്പുറം ലോഗ് എടുക്കണേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ദാറ്റ് ഈസ് ലോഗ് y ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് റൈസ് ടു എക്സ്. ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. ഓക്കെ, ലോഗ് y. നെക്സ്റ്റ് അപ്പോൾ എന്താണ് ഈ എക്സ് ഇങ്ങ് പുറത്ത് വരുമ്പോൾ ദാറ്റ് ഈസ് ലോഗ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഇതാണ് ആ പവർ ഇങ്ങ് പുറത്ത് വന്നത്. ദാറ്റ് ഈസ് ലോഗ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ലോഗ് എക്സ്. ദെൻ ഡിഫറൻഷിയേറ്റിംഗ്. ഓക്കെ, വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് വൈ? ലോഗ് എക്സിൻ്റേത് 1/x, ലോഗ് വൈയുടേത് 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ റൈറ്റ് സൈഡ് എക്സ് ലോഗ് എക്സ് ഡിഫറൻഷിയേറ്റിംഗ് ബൈ പ്രോഡക്റ്റ് റൂൾ. First function is x and second function is log x. Then we apply product rule for this function. We get x into first into derivative of second plus second into derivative of first and first into derivative of second plus second into derivative of first. ഇവിടെ x x ഒക്കെ ഒന്ന് വെട്ടിക്കളയാം കേട്ടോ.
നമുക്ക് വേണ്ടത് ആരാണ്? dy/dx. y ചുമ്മാ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, ഒരു കാര്യമില്ല കേട്ടോ. y ചുമ്മാ അങ്ങോട്ട് എഴുതുക, ഇവിടുത്തെ 1 എഴുതുക, ബ്രാക്കറ്റ്, ബാക്കി log x എഴുതുക, തീർന്നു കേട്ടോ. വൈക്ക് വരെ സമയമുണ്ടെങ്കിൽ x എന്ന് എഴുതി വെച്ചാൽ ഇച്ചിരി സന്തോഷം. വലിയ കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും നേടാനൊന്നുമില്ല, എന്നാലും ഓക്കെ. ഇതാണ് ലോഗരിതമിക്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെ ഒരു ഹോംവർക്ക് കൂടെ ഇന്നിട്ട് തരികയാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ എക്സാമാണ്, മാക്സിമം കുട്ടികളിലോട്ട് എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെയും കൂടെ ഒരു ചുമതലയായിട്ട് എടുക്കുക. നമുക്കിങ്ങനെ ക്ലാസ്സുകൾ നിങ്ങളിലോട്ട് എത്തിക്കുക, നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്നവരോട് എത്തിക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ x⁻sin x ഇതിനെ നിങ്ങൾ ഒന്ന് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇവിടെയും നിങ്ങൾ y = x⁻sin x ടേക്കിംഗ് ലോഗ് എന്നൊക്കെ അങ്ങോട്ട് എഴുതി അങ്ങോട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആൻസർ കിട്ടിക്കോളും. അപ്പോൾ കുഴപ്പമില്ലാതെ നമ്മളൊരു 7 ചോദ്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. എല്ലാം ഈ ബോർഡെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ വൃത്തിയായിട്ടെന്നാണ് എന്നെ തോന്നുന്നത്. സാധാരണ ഞാൻ ഇത്രയും വൃത്തിയായിട്ട് എഴുതാറേ ഇല്ല. ഇന്ന് നല്ല വൃത്തിയായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്കൊന്ന് ഇത്തിരിയോടൊക്കെ സ്ലോയിലൊക്കെ പറഞ്ഞ് ചെയ്തത് കൊണ്ടായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ നല്ല ബലം കൊണ്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. നമ്മുടെ പ്രാർത്ഥന കാണും. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഗുഡ് ബൈ.